ഇന്ത്യസ് ക്ലോസസ്റ്റ് ഫ്രണ്ട് ഇൻ ഗൾഫ് ദാൻ സൗദി, ഖത്താർ, എസ്പെഷ്യലി ദുബായ്. സോ ഓക്കെ, ദുബായ് ഇന്ത്യ ആയിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ തിങ്ക് ഇന്ത്യ സ്ട്രോങ്ങസ്റ്റ് അലൈ ആണ്. ഇനി ദുബായ് ആയിട്ടുള്ള ബന്ധം, അതായത് UAE ആയിട്ടുള്ള ബന്ധം മെച്ചപ്പെടും. പല ജിയോ പൊളിറ്റിക്കൽ റീസൺസ് വെച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെച്ചപ്പെടും. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇതെങ്ങനെയാണെന്ന് ഇനി കണ്ടറിയണം. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിനിടയിൽ ഇറാന് സഹായം കൊടുത്തിരിക്കുന്നത് റഷ്യ ഓഫ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്, ചൈന കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ചൈന അങ്ങനെ ഈ സ്വന്തം നിലവിട്ടൊന്നും ചെയ്യുന്ന രാജ്യമല്ല. ചൈന അമേരിക്ക ശത്രുപക്ഷത്ത് കാണുന്നുണ്ട്, റഷ്യയും അമേരിക്ക ശത്രുപക്ഷത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും കൊടുക്കായിരുന്നില്ല. അപ്പോൾ ഈ ചബഹർ പോർട്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവനക്കാരെല്ലാം ഇനി പോരുന്നു. പക്ഷെ അതിൻ്റെ സെക്യൂരിറ്റി IRGC ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാകുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തിരിച്ചു ചെല്ലും എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമെന്ന് അറിയില്ല. ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട് അവര് ഈ ഗാദർ പോർട്ട് ഈ ബലൂചിസ്ഥാനിലെ വിപ്ലവകാരികൾ കാരണം ചൈനയ്ക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ ചബഹർ എന്ന് പറയുന്ന ഇറാനിയൻ പോർട്ട് ഉള്ളത്. അപ്പം അതിലേക്ക് അവരെ കണ്ണു പോകുന്നുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ കുറേ ദിവസങ്ങളായിട്ടുണ്ട്. അപ്പം എന്തായാലും UAE ഇന്ത്യയുമായിട്ട് UAEയുടെ ഷെയ്ഖ് MBC ഇവിടെ വന്നത് തന്നെ നിങ്ങൾ കണ്ടു കാണും. നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വരുന്നു, ഷോർട്ട് നോട്ടീസ് വരുന്നു. ഈ $100 ബില്യൺ ട്രേഡിന്റെ കാര്യം പറഞ്ഞതും എല്ലാം വസ്തുതയാണ്. യുദ്ധം കഴിഞ്ഞു, വീരവാദങ്ങൾ തീർന്നു. ഇനിയിപ്പോൾ ആണ് നോക്കേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കേണ്ടത് ഇനിയാണ്. പല ആളുകളും കരുതുന്നത് ഇറാൻ ഈസ് ഓൺ എ സ്ട്രോങ് വിക്കറ്റ് എന്നാണ്. ഇറാൻ നടന്നതല്ല അല്ല, അതാണ് വസ്തുത. അല്ല, ഇറാൻ സ്ട്രോങ് വിക്കറ്റ് അല്ല. സ്ട്രോങ് വിക്കറ്റിൽ നിൽക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അത് ഫാക്ച്വലി അങ്ങനെയാണ്. ഇനിയിപ്പോൾ പ്രൊപ്പഗാൻഡയിൽ അങ്ങനെയല്ല, ഉറപ്പായിട്ടും അല്ല, ഞാൻ സമ്മതിച്ചു. പ്രൊപ്പഗാൻഡയിൽ ഇറാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇറാന്റെ അടുത്ത നീക്കം തന്നെ പിരിക്കലൊന്നും നടക്കില്ല. ലോക രാജ്യങ്ങളെല്ലാം ഇറാനെ കപ്പം കൊടുത്തുകൊണ്ട് പിരിക്കും. ഈ വോക്ക് രാജ്യങ്ങളിലേക്ക് എത്ര നാൾ വോക്കാവും. ഇപ്പം ഞാൻ ആ വോക്ക് രാജ്യങ്ങളിലെ ഒരു പ്രധാനമാണ് ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം. അവിടെ ഒരു സോഷ്യലിസ്റ്റ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും എല്ലാം അവരുടെ മന്ത്രിസഭയാണ് അത്. അവരാണ് ഇത് ഇങ്ങനെ വരുന്നത്. എന്താണ് ഇങ്ങനെ ഇറാനിലെ എംബസി വീണ്ടും തുടങ്ങാൻ പോകുന്നു. ഇറാനിലെ അവരെ സ്പെയിൻ്റെ ആളിനെ വീണ്ടും വിടാൻ പോകുന്നു, അംബാസഡറിനെ വിടാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ സ്പെയിനെ പോലുള്ള രാജ്യങ്ങൾ ആക്ച്വലി അവരത്രയും കൺസേൺഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷെ അവർ നോക്കേണ്ടത് ഈ ഹോർമൂസ് തുറക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാനെ സിവിലൈസ്ഡ് ഡയലോഗിനും സിവിലൈസ്ഡ് ആക്ടിവിറ്റീസിനും ഇറാനെ പ്രേരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇറാൻ ഇപ്പം അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ടായിട്ട് കാമനയുടെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി മോഡലിലാണ് ഇറാൻ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും ഇത്രയും വലുതല്ലെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അല്ലാതെ പറയുന്നില്ല. ആന്തരികമായാലും ബാഹ്യമായാലും അതാണ് ഇറാൻ. സ്വന്തം ജനങ്ങളല്ല പ്രധാനം, ജനങ്ങളെ ജീവനല്ല. മാട്ടയർ കൾച്ചറാണ്. ഞാൻ ഇന്നത്തെ ഞാൻ പ്രസന്റേഷനിൽ കുറേ ഇത് കൊണ്ടുവന്നിരുന്നു. അത് അടുത്ത ദിവസം കാണിക്കാം. അത് ഈ ഇറാഖിനുള്ളിലുള്ള കുറേ ഷിയ മിലിഷ്യ ഉണ്ട്. അതിൽ തന്നെ ഒരു ഹിസ്ബുള്ളയുണ്ട്. അവിടെ ഒരു ഹിസ്ബുള്ളയുണ്ട്. ആ ഹിസ്ബുള്ളയുടെ ഞാൻ ഒരു പോസ്റ്റർ ഉണ്ട്. 25 മാർട്ടയേഴ്സിന്റെ പടം വെച്ചിരിക്കുകയാണ്. അമേരിക്ക കൊന്നതാണ്, ഈ യുദ്ധത്തിനിടെ കൊന്നതാണ്. ഇവരെല്ലാം വലിയ മാർട്ടയേഴ്സ് ആയിട്ട് പേര് എന്നൊക്കെ പറഞ്ഞു. മാർട്ടയർ ജനറൽ, മാർട്ടയർ ക്യാപ്റ്റൻ, മൊത്തം മാട്ട. ആര് കൊല്ലപ്പെട്ടാലും മാട്ട. ഹൂത്തിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ഡെത്ത് കൾട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ വാഴ്ത്തിപ്പാടുക എന്നുള്ളതൊക്കെ എളുപ്പമാണ്. ഈ ഭീകരവാദവും ഈ വോക്ക് ലെഫ്റ്റ് പൊളിറ്റിക്സുമായിട്ട്
അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണ് ഇത് ആവർത്തിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചത്? ഞാനിത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം രണ്ടും വയലൻസ് ആണ്, രണ്ടും ഇൻടോളറൻസ് ആണ്, രണ്ടും മനുഷ്യനല്ല പ്രധാനം, മനുഷ്യന് ഉപരിയായിട്ടുള്ള കാര്യമാണ്. രണ്ടിനും വ്യക്തി വിരുദ്ധവും കൂട്ടത്തിലധിഷ്ഠിതവും ട്രൈബല് കണ്ടിട്ടില്ലേ? ഈ പാർട്ടിയെ തൊട്ടാൽ പാർട്ടിക്കെതിരെ തിരിഞ്ഞാൽ പൊന്നു കായുന്ന മരമായാലും വെട്ടിക്കളയണമെന്ന് പറയുന്നതാണ്. മതത്തിനെതിരെ തിരിഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ UAE-യിലും ബഹറിലും ഒക്കെ ഉള്ള ആളുകൾ, അന്നം തിരുന്ന കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾ ഈ യുദ്ധം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നത്? ചിന്തിച്ചുകൊണ്ടാണ്. ബഹ്റിൻ ആണ്, UAE-യിലാണ്, ഖത്തറിലാണ്, പിന്നെ കുവൈറ്റിലാണ്. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഇറാനാണ്. ഉള്ളിൽ ഇറാൻ ഏതാണ് ഉള്ളിൽ ഇറാൻ? മതമാണ്. ഈവൻ ദോ ദേ ആർ ഷിയ. കാരണം അവര് ജൂതനെ നശിപ്പിക്കാനായിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. ജൂതനെതിരെ പരമാവധി പ്രൊപ്പഗാൻഡയാണ് ലോകമെമ്പാടും നടക്കുന്നത്. ജൂതനെ ഇല്ലാതാക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് വലിയ കാര്യം എന്ന് കരുതുന്ന ഒരു പെർവേർട്ടഡ് മാനസികാവസ്ഥ. അതാണ് ഈ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം. ഈ ഇടത് കക്ഷികളുടെ പിന്തുണയൊന്നും നോക്കേണ്ട കാര്യമില്ല. അവര് സിംപ്ലി ബേസിക്കലി എന്താണ് ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള രാഷ്ട്രീയം എന്ന് അർത്ഥമുള്ളൂ. അതിൻ്റെ അപ്പോൾ നിങ്ങൾ പറയാം അങ്ങനെ അല്ലല്ലോ, വേറെ തൊഴിലാളി വർഗത്തിൻ്റെ മറ്റ് സാമ്രാജ്യ വിരുദ്ധം ഒന്നുമില്ല, ഒരു സാമ്രാജ്യ വിരുദ്ധതയും ഇല്ല. അങ്ങനെയാണെങ്കിൽ സോവിയറ്റ് യൂണിയനെതിരെ അവർ പൊരുതണ്ടല്ലേ? ഒരു അധിനിവേശ വിരുദ്ധതയില്ല. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്കെതിരെയും സോവിയറ്റ് യൂണിയനെതിരെയും റഷ്യക്കെതിരെയും ഒക്കെ അവർ നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ഒന്നുമില്ല. ഇസ്ലാം എവിടെ ഒപ്പിടുന്നോ അതിൻ്റെ അടിയിൽ ഒപ്പിടുക. ഒപ്പിട്ടില്ല നിങ്ങൾ ഇടതല്ല, വോക്കല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറ, ഓക്കെ ഞങ്ങളതൊന്നുമല്ല, ഞങ്ങൾ വേറെ ഏതാണ്ടാണോ മറ്റേതാണോ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായി വിമർശിക്കാനെങ്കിലും കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം എന്തെങ്കിലും ഒരു മാനവികതയുണ്ട്, ഫാക്ച്വാലിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ there is no difference between, no difference, no qualitative difference. What are you talking about? I don't know. അതൊരവസ്ഥയാണ്. സ്വന്തം പാർട്ടിയോടുള്ള അടിമത്ത സമാനമായ വിധേയത്വം, ചില മതങ്ങളോടുള്ള അടിമത്ത സമാനമായ വിധേയത്വം. അടിമത്തങ്ങൾക്ക് അവസാനമില്ല. അടിമത്തം നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. പക്ഷെ അടിമത്തം തന്നെയാണ് പ്രധാനം. അതാണ് ഇവിടെ കാണുന്നത്.